ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നല്ലേ? എന്തൊക്കെയാണ് രാവിലെ തന്നെ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. മുട്ടക്കറിയും പത്തിരിയും ആണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പം എളുപ്പത്തിലൊരു കറി ഇട്ടാൽ വേഗമുണ്ട്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ വാർന്നു, അതിലേക്ക് ഒരു മുട്ട ഒടിച്ച് വാർന്നു കേട്ടോ. മുട്ട ഒടിച്ച് പറഞ്ഞാൽ നല്ലോണം പൊടിയാക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തതൊക്കെ ഇട്ടാണ്ട് തേങ്ങ അരച്ചത് വാരട്ടോ. തേങ്ങ അരച്ചത് ഇഞ്ചി ഒക്കെ ഇട്ടാണ്ട് അരച്ച് വാരട്ടോ. നല്ല ടേസ്റ്റുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഉള്ളിയും തക്കാളിയും വാട്ടിയാണ്ട് അതിക്ക് മുട്ട ഒടിച്ച് പറഞ്ഞാണ്ട് തേങ്ങ അരച്ച് പാറ കേട്ടോ. ഞാൻ ഉള്ളിയും തക്കാളിയും ഒന്നും പാറാൻ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ കേട്ടോ. അങ്ങനെ വേഗം മുട്ടക്കറി ഉണ്ടാക്കിയിട്ടോ. എന്നിട്ട് മുട്ടക്കറി കഴിഞ്ഞിട്ട് പത്തിരി ചുടാൻ തുടങ്ങിയിട്ടോ. എന്നാൽ മക്കൾക്ക് പത്തിരി ആവുന്നതനുസരിച്ച് തിന്നാമല്ലോ. ആദ്യം പത്തിരി ആയിട്ട് കറി ആകുമ്പോൾ കുറച്ച് നേരം പിടിച്ചല്ലോ. ആദ്യത്തിനെ കറി ഇട്ട ഉണ്ടാക്കിയത്. മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ കേട്ടോ. പത്തിരി തിന്നാനൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ പത്തിരി ഞാൻ ചുടാൻ തുടങ്ങിയിട്ട് അങ്ങനെ. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ ഇപ്പോൾ? ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ കമ്മിയാണ്. എന്നാലും ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടില്ല. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ? മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ടൈമോ മദ്രസ ഇല്ലാത്ത ടൈമിലൊക്കെ ആകുമ്പോൾ ഞാൻ പത്തിരിയൊക്കെ ആക്കി ചൂടുവിട്ടാൽ മക്കൾക്ക് ഇഷ്ടമാണ്. കുറച്ച് തോനെ ചൂടുവിട്ടാൽ എന്താ വെച്ചാൽ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്നേണ്ടി വരും. ഒരു 10 മണി ആയാലോ ഉച്ച ആയാലോ ഉച്ചക്ക് ചോറ് വേണ്ടി വരില്ല. ചായക്കടി ഉണ്ടോ ചോദിച്ചു തരും. അപ്പോൾ ചുടുമ്പോൾ കുറച്ച് തോനെ ചുട്ടാൽ മക്കൾക്ക് ഇടയ്ക്ക് തിന്നും ചെയ്യാമല്ലോ. കുറച്ച് തോനെ ചുട്ടക്കൂട്ടങ്ങളൊക്കെ അവിടെ അങ്ങനെ തന്നെ അല്ലേ? മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവില്ലേ? കഴിഞ്ഞാണ്ട് ഞാൻ വൈകുന്നേരത്തിന് തന്നെ അമൃതപ്പൊടി ഉണ്ട്, ജന്നൻ്റെ അമൃതപ്പൊടി ഉണ്ട്. അപ്പം അതിനോട് അമൃതയോട് ഒരു ലഡു ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അമൃതപ്പൊടി കുറച്ച് എടുത്തു കിട്ടാം. എന്നിട്ട് അതിക്കൊരു തേങ്ങ ഫുള്ള് എടുത്തു കിട്ടാൻ. തേങ്ങ നമ്മൾ തോനെ ഇടുമ്പോൾ അതിനനുസരിച്ച് ലക്ഷം കൂടും. നമ്മൾ എത്രത്തോളം തേങ്ങ ഇടണ എത്രത്തോളമാണ് ലക്ഷം കൂടട്ടോ. ഞാനൊരു തേങ്ങ ഫുള്ള് എടുത്തു കിട്ടാം. അമൃതപ്പൊടിയിൽ നല്ലോണം കൊഴിച്ച് കൊടുത്തു കിട്ടാം. എന്നിട്ട് നമ്മൾ ചക്കര ഉരുക്കിനല്ലോ, ആ ഉരുക്കിയത് ഇതിക്കൊന്ന് പാർന്ന് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് കൊഴിക്കാൻ വേണ്ടി ഞാൻ ചക്കരയും നമുക്ക് നല്ലോണം കൊഴിക്കട്ടെ. നമ്മളടുത്ത് അണ്ടി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അണ്ടി പരിപ്പൊക്കെ ഉണ്ടെങ്കിലൊക്കെ. ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കണില്ല. ഞാൻ തേങ്ങ മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലോണം കൊഴിച്ചാണ്ട് നമ്മൾ ഉരുളാക്കണം കേട്ടോ. ഉരുളാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആവിയിലൊന്ന് വേവിച്ചാണ്ടും തിന്നാം കേട്ടോ. ഞാനിപ്പോൾ ആവിയിലൊന്ന് വേവിച്ചാൽ നേരമല്ല മക്കൾക്ക് അങ്ങനെ തന്നെ ഇഷ്ടമാണ്. ആവിയിലൊന്ന് വേവിച്ചിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വെച്ച് കുറച്ച് ഇഡ്ഡലി പാത്രത്തിലൊന്ന് ആവി വേവിച്ചാലും നശമാണ്. എല്ലാത്തിനും നശമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ കേട്ടോ.